ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ചിക്കൻ വിഭവങ്ങൾ. ചിക്കൻ വിഭവങ്ങളിൽ ഏറ്റവും രുചികരമായ ഒരു ഐറ്റമാണ് ചിക്കൻ ചുക്ക. ഞാൻ അധികം പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പാചകം ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 700 ഗ്രാം ചിക്കനാണ്. നമുക്കതൊന്ന് മാറിനേറ്റ് ചെയ്തെടുക്കാം. ഞാൻ പാത്രം അടുപ്പത്തേക്ക് വെക്കുകയാണ്. ഒരു നോൺ സ്റ്റിക്ക് കടായിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 വലിയ സവോള അരിഞ്ഞത് അതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ലപോലെ ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇളക്കി നന്നായിട്ട് അത് ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരികയാണ്. നമുക്കത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അത് ഫ്രൈ ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അത് തണുക്കാനായിട്ട് അനുവദിക്കണം. ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത്. നമുക്ക് അടുപ്പത്തുനിന്ന് അത് മാറ്റി വെക്കാം. തണുപ്പിക്കാനായിട്ട് അടുപ്പത്തുനിന്ന് താഴത്തേക്ക് ഇറക്കി വെക്കാം. നമുക്ക് ആ സമയത്ത് ഇതിനകത്ത് ചേർക്കാനുള്ള കുരുമുളകൊക്കെ പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരുംജീരകം ഇടുകയാണ്. ഒപ്പം 1 ടേബിൾ സ്പൂൺ കുരുമുളക്, വീണ്ടും 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുകയാണ്. നല്ല ജീരകം ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടാനായിട്ട് സഹായിക്കും. ആവശ്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഒരു 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് ഇത്ര ഐറ്റംസ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ക്രഷ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ സബോള നന്നായിട്ട് നല്ല ക്രിസ്പി ആയിരിക്കുകയാണ്. അതിൻ്റെ ചൂടൊക്കെ പോയിരിക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ അതിലേക്ക് ഇട്ടതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നീ പൊടികളും ചേർക്കുകയാണ്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം അവയും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ പിന്നീടിടാം. ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ നീര് അതിലേക്ക് ഒഴിക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ചിക്കനും മസാലകളുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. നന്നായിട്ട് സവോളയും പൊടികളും ആ ചിക്കനും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് അത് മിക്സ് ആയിരിക്കുകയാണ്. ചിക്കൻ കഷ്ണങ്ങളും മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിരിക്കുകയാണ്. ഇനി നമുക്കൊരു 20 മിനിറ്റ് ഇത് മൂടി വെക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടുപ്പ് തുറന്ന് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. അടുപ്പത്തേക്ക് വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തീ ചെറുതായിട്ട് വെച്ച് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ വരഞ്ഞിടുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. മസാലയൊക്കെ കുറച്ചുകൂടെ കൂടുതലായിട്ട് പിടിക്കാനൊക്കെ നല്ലതായിരിക്കും. ഇനി ഞാൻ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്.
കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ് വീണ്ടും. നമ്മുടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതിനകത്ത് എക്സ്ട്രാ എണ്ണയൊന്നും ഇനി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ആവശ്യത്തിന് എണ്ണയുണ്ട്. എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് കൂടാതെ നമ്മൾ സവോള വറുത്ത എണ്ണയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കാണാം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാവും കറി. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡിയായിരിക്കുകയാണ്. നോക്കുക, ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ്. മസാലയൊക്കെ നല്ല ഇതായിട്ട് വന്നിരിക്കുകയാണ്. ഇത് അല്പം കൂടെ ട്രൈ ആക്കണമെന്നുള്ളവർക്ക് ട്രൈ ആക്കാം. ചിക്കൻ ചുക്ക കഴിച്ചിട്ടവർക്കറിയാം, നല്ല അടിപൊളി സൂപ്പർ വിഭവമാണ്. ഒരു പ്രാവശ്യമെങ്കിലും ചിക്കൻ ചുക്ക കഴിച്ചിട്ടുള്ളവർ പിന്നീട് ചിക്കൻ വിഭവത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം വരിക ചിക്കൻ ചുക്ക തന്നെ ആയിരിക്കും. അത്ര രുചികരമായിട്ടുള്ളൊരു വിഭവമാണ്. ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും കാണുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരും. തൽക്കാലത്തേക്ക് ഗുഡ് ബൈ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തൂ. രസകരമായ